ഇടറും വേളയിൽ താങ്ങുന്നവൻ, ക്രൂശിൽ നൽകിടും രക്ഷയവൻ, അൻപോടു നടത്തിടും തിരുകൃപയാ, പ്രത്യാശയാലുള്ള നിറയ്ക്കുമെന്നേ. ഇടറും വേളയിൽ താങ്ങുന്നവൻ, ക്രൂശിൽ നൽകിടും രക്ഷയവൻ, അൻപോടു നടത്തിടും തിരുകൃപയാ. കരുതുന്നവൻ, എന്നെ പുലർത്തുന്നവൻ, തന്റെ സ്നേഹത്താൽ മാറോടണയ്ക്കും. കരുതുന്നവൻ, എന്നെ പുലർത്തുന്നവൻ, തന്റെ സ്നേഹത്താൽ മാറോടണയ്ക്കും. പ്രത്യാശയാലുള്ള നിറയ്ക്കുമെന്നേ. ഇടറും വേളയിൽ താങ്ങുന്നവൻ, ക്രൂശിൽ നൽകിടും രക്ഷയവൻ, അൻപോടു നടത്തിടും തിരുകൃപയാ. കർത്താവായ യേശു ക്രിസ്തുവിന് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അവന് ബേൽസബൂബുണ്ട്, ഭൂതങ്ങളുടെ തലവൻ്റെ സേവകനാണ്, അവന് ഭൂതമുണ്ട്, എന്തിന് അവനൊരു ഭ്രാന്തനാകുന്നു എന്ന് പോലും വിളിക്കപ്പെട്ടു. മറിയയുടെ മകൻ, ദൈവദൂഷകൻ, ഒരു നീണ്ട ലിസ്റ്റ് നാം കാണുന്നുണ്ട്. എന്തായിരുന്നു അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഞാൻ കാണുന്നുള്ളൂ: അസൂയ. അവൻ്റെ പ്രഭാഷണങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിലെ മതനേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതായിരുന്നു. ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാതെ വന്നപ്പോൾ യഹൂദ മത നേതൃത്വം എന്താ ചെയ്തത്? അവനെ അധിക്ഷേപിച്ചു, ആക്രമിച്ചു, ഇല്ലാതാക്കി. സത്യവിരുദ്ധവും അവാസ്തവവുമായ വാർത്തകൾ സൃഷ്ടിച്ചു, പ്രചരിപ്പിച്ചു. അവനെ അധിക്ഷേപിച്ചു, ആക്രമിച്ചു, ഇല്ലാതാക്കി. അതിന് വ്യക്തിഹത്യ എന്നുള്ളൊരു വാക്ക് കൊടുത്താൽ അതായിരിക്കും ഏറ്റവും ചേരുന്നത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അതിൻ്റെ ഒരാധുനിക പതിപ്പാണ് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും നിരക്കാത്ത അധിക്ഷേപങ്ങൾ, ഇത് പരിശുദ്ധാത്മാവിനെതിരായൊരു പാപമാണ് എന്നും അതിനൊരു കാലത്തും മോചനമുണ്ടാകുകയില്ല എന്നും ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗതമായ പാതയിലെ ദൈവാത്മാവിൽ ക്രിസ്തുവിലുണ്ടായ ചില വ്യതിചലനങ്ങൾ അവന് ശത്രുക്കളെ സൃഷ്ടിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നവർ വിറളി പിടിച്ചു, അവനെ അധിക്ഷേപിക്കുവാൻ തയ്യാറായി. ആ അധിക്ഷേപത്തിൻ്റെ ഒരു ആധുനിക പതിപ്പാണ് ഇന്നത്തെ സമൂഹ മാധ്യമം. സമൂഹ മാധ്യമങ്ങൾ മനുഷ്യർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു പഠനക്കുറിപ്പ് കണ്ടു. ഞാൻ കണ്ട കുറിപ്പിനകത്ത് പ്രധാനമായി ഇത് നമ്മെ സഹായിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലാണെന്നായിരുന്നു കണ്ടത്. ഒന്ന്, വാർത്തകൾ കുറെ കൂടി ജനകീയമാക്കി. ഉത്തമ മാധ്യമങ്ങൾ തമസ്കരിക്കുന്നത്, നിരാകരിക്കുന്നത്, അവർ ശ്രദ്ധിക്കാതെ പോകുന്നത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട്. 3, ഈ വാർത്താ രംഗത്ത് ഉള്ള ചില ദ്രുതഗതിയിലുള്ള സ്പീഡ് എന്ന് പറയുന്നത്, ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ വെള്ളിയാഴ്ച സൗദി അറേബ്യയിലുള്ള ഒരു കോൺഗ്രിഗേഷൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ്
അവിടുന്ന് ഒരു മെസ്സേജ് വന്നു, അവർക്കുള്ള ചില ഡോക്യുമെൻറ്റുകൾ യോഗം തീരുന്നതിന് മുമ്പ് അയച്ചു തന്നാൽ ഉപകാരമായിരിക്കുമെന്ന്. 15 മിനിറ്റ് കൊണ്ട് അത് തയ്യാറാക്കി അത് അയച്ചു കൊടുത്തു. അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറിയാണ് ചെയ്തത്. അത് ഞാൻ ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവിടെ കിട്ടി എന്നുള്ള സിഗ്നലും എനിക്ക് ലഭിക്കുകയുണ്ടായി. ദ്രുതഗതിയിൽ പണ്ട് ഇതൊക്കെ ഒന്ന് അയക്കണമായിരുന്നെങ്കിൽ ഇത് പോസ്റ്റ് ഓഫീസിൽ പോയി അയച്ച് എത്ര നാളുകൾ കാലങ്ങളാണ് എടുക്കുന്നത്. ഞൊടിയിടയ്ക്കുള്ളിൽ ഈ വാർത്തകൾ കൈമാറുവാനുള്ള സൗകര്യമായി. എന്നാൽ ഈ ഗുണഗണങ്ങളെക്കാൾ കൂടുതൽ അപകടകരമായിട്ടുള്ള കാര്യമാണ് ഇതിൽ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടത് ആർക്കും എന്തും വാർത്തകൾ രൂപേണ സൃഷ്ടിക്കുവാനുള്ള, അത് കൈമാറുവാനുള്ള സൗകര്യമുണ്ടായി. അച്ചടിച്ച് വരുന്ന വാർത്തകൾ കുറെ കൂടി ശ്രദ്ധിക്കും. ചില നിയന്ത്രണങ്ങളുണ്ട്. ഇതിനൊരു ശ്രദ്ധയുമില്ല, ഇതിനൊരു നിയന്ത്രണവുമില്ല. ആർക്കും ആരെയും എന്തും പറഞ്ഞ് അപമാനിക്കാം, അധിക്ഷേപിക്കാം എന്നുള്ള നിലയിലായി. സംസ്കാരത്തിൻ്റെ അതിരുകൾ തകരുന്നു, മാന്യതയുടെ മതിലുകൾ മറിയുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപസംഹാരമായിട്ട് കൊടുത്തിരുന്നത് മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാകുമ്പോഴാണ് ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുന്നത്. സംസ്കാരത്തിൻ്റെയും മാന്യതയുടെയും അവസാനത്തെ തരിയും നഷ്ടപ്പെട്ടു പോയവർക്ക് മാത്രമേ അത് അപമാനത്തിനും അധിക്ഷേപത്തിനും മാത്രം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് പലതും സുപരിചിതമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. മദ്യമായാലും മയക്കുമരുന്നായാലും മധ്യമമായാലും മാന്യതയുടെ നിയന്ത്രണങ്ങൾ പാലിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ബലപ്പെടുത്തലിലൂടെ മാത്രമാണ്. 4 കാര്യങ്ങൾ പറയുന്നു, 2 ഞാൻ എടുക്കുന്നുള്ളൂ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവാംശം ശക്തിപ്പെടുകയും സുവിശേഷാംശം പ്രബലപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ മനസാക്ഷി അത് കൂടുതൽ വ്യക്തതയുള്ളതും ശക്തമായിട്ടുള്ളതും ആയിത്തീരുന്നത്. ഈ കാലഘട്ടം, ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ കാലഘട്ടത്തെ പോസ്റ്റ് ട്രൂത്ത് പീരിയഡ്, സത്യാനന്തര യുഗം കാലഘട്ടം എന്ന് വിളിക്കുന്നു. പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള, സത്യാനന്തരം എന്നുള്ളൊരു വാക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഇടം തേടിയത് 2016 പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സത്യം തമസ്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം. ഇത് ഒരു മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും സത്യം തമസ്കരിക്കപ്പെട്ടിരിക്കുക. മറ്റുള്ളവരെ അധിക്ഷേപിക്കുക, വഞ്ചിക്കുക എന്നൊക്കെ പറയുന്നത് മാന്യതയുടെ ലക്ഷണമായി, അതൊരു വിനോദമായി, അതൊരു വീരകൃത്യവുമായി ആഘോഷിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീ MN കാരശ്ശേരി സമൂഹ മാധ്യമത്തെ വിളിച്ചത് അത് ഈ ക്രൂര വിനോദം എന്നുള്ളതാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം പേരും ക്രൂര വിനോദത്തിൽ ലമിക്കുകയാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ ചില ചിന്തകളും ഗ്രന്ഥങ്ങളും ഈ സത്യാന്വേഷണ യുഗത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസിലെ പുസ്തക നിരൂപകയായ മിഷിക്കോ കകുത്താനി പുലിറ്റ്സർ പോലെയുള്ള സാഹിത്യ സമ്മാനങ്ങൾ പലതും കരസ്ഥമാക്കിയതാണ്. അവരുടെ ശ്രദ്ധേയമായൊരു ഗ്രന്ഥം ദ ഡെത്ത് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ മരണം. ഈ ഗ്രന്ഥത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത് ശ്രീ NE സുധീർ ആയിരുന്നു.
അദ്ദേഹം കൊടുത്ത തലക്കെട്ട് അസത്യം സത്യമാകുമ്പോൾ എന്നായിരുന്നു. അതിലെ പ്രധാനമായ ആശയം സത്യത്തിനുണ്ടാകുന്ന ക്ഷതം അസത്യത്തിൻ്റെ തേർവാഴ്ച. ഇത് വളരെ പ്രബലമായി വ്യാപകമായി എല്ലാ മേഖലകളിലും കടന്നു ചെന്നുകൊണ്ടിരിക്കുക. സത്യത്തെ പൂർണ്ണമായി തമസ്കരിക്കുക, നിരാകരിക്കുക, ആ സ്ഥാനത്ത് അസത്യ അനുഭവങ്ങളെ വാഴ്ത്തുക. അപ്പോൾ മിഷിക്കോ കകുത്താനി പറയുന്നത് നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സത്യത്തിൻ്റെ തിരോധനവും അസത്യത്തിൻ്റെ ശാക്തീകരണവുമാണ് എന്ന്. അതിനവർ മുന്നോട്ട് വയ്ക്കുന്നത് ജനക്കൂട്ടത്തിൻ്റെ നീതി. ഇതിനൊക്കെയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കൂ. ജനക്കൂട്ടമാണ് നീതി തീരുമാനിക്കുന്നത്. സത്യം കളിയാക്കപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നു. കയ്യൂക്കിൻ്റെ നീതി. കകുത്താനി വീണ്ടും പറയുന്നു, വ്യാവസായിക അളവിലാണ് അസത്യങ്ങളും കള്ളത്തരങ്ങളും സമൂഹത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ഒന്നും ഒരു മുറിയും അവിടെയും ഇവിടെയുമായിട്ട് മാത്രമല്ല, ഒരു വ്യവസായശാലയിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു അത് സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് പോലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അസത്യങ്ങളും വാസ്തവ വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹ മാധ്യമം അതിൻ്റെ മുഖ്യ പങ്ക് ഈ രംഗത്ത് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, നമ്മുടെ ദേശീയതാ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു. ഭാരതത്തിൻ്റെ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ, സന്ദർഭത്തിൽ ആ കണ്ണാടിയിൽ കൂടി അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. നമുക്ക് നഷ്ടപ്പെട്ടില്ലേ നമ്മുടെ ദേശീയതാ ബോധം? ഇവിടെ പ്രാകൃതവാദങ്ങൾ ശക്തമാകുന്നു. ഉദാഹരണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. തീവ്രവാദം പ്രബലപ്പെടുന്നു, അപരവിരോധം ശക്തിപ്പെടുന്നു, സാമൂഹ്യ മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ കാലഘട്ടത്തിനൊത്ത സമൂഹ പരിവർത്തനത്തെ, വ്യതിയാനത്തെ വളരെയേറെ ഭയക്കുന്നു. അപ്പോൾ ഈ ഗ്രന്ഥത്തിലൂടെ അവരെ അടിവരയിട്ട് പറയുന്നത്, വെല്ലുവിളി നേരിടുന്ന സത്യത്തെ ഏതു വിധേനയും തിരിച്ചു പിടിച്ചേ മതിയാകുകയുള്ളൂ. ഒരു ദൈവജനതയുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് വെല്ലുവിളി നേരിടുന്ന സത്യത്തിൻ്റെ തമസ്കരണത്തെ തിരിച്ചറിഞ്ഞ് സത്യത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. 2020 ജനുവരി 1 ഒരു പുതിയ വർഷം നമ്മൾ തുടങ്ങി. പക്ഷേ അതിൻ്റെ തലേ ദിവസം മലയാള മനോരമയുടെ ഡിസംബർ 31 അകത്തെ പേജിൽ 2000 മുതൽ 2020 വരെ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട 20 വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള 20 പേരുടെ അഭിപ്രായമുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ അഭിപ്രായം ഞാൻ പേപ്പർ കട്ടിംഗ് എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നു. ഇത് എഴുതിയത് എതിരൻ കതിരവൻ എന്ന് പറയുന്ന എഴുത്തുകാരനും അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിലെ മുൻ ജനിതക ശാസ്ത്ര ഗവേഷകനും കൂടിയായ എതിരൻ കതിരവൻ എന്നൊരാളാണ്. അദ്ദേഹം ഇതിന് തലക്കെട്ട് കൊടുത്തു, ഇരുതല മൂർച്ചയുള്ള ഇൻ്റർനെറ്റ് കാലം. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണെന്ന് നമ്മൾ കേട്ടല്ലോ. അത് വായിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അദ്ദേഹം കൊടുത്ത തലക്കെട്ട് ഇരുതല മൂർച്ചയുള്ള ഇൻ്റർനെറ്റ് കാലം എന്ന്. ഇത് ഈ കുറിപ്പിൻ്റെ ആദ്യ ഭാഗത്ത് ഇതുകൊണ്ടുണ്ടായ ഗുണഗണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, വാർത്തകളുടെയും വിവരങ്ങളുടെയും പെരുവെള്ളപ്പാച്ചിലിൽ നെല്ലേത് പതിരേത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയായി. അദ്ദേഹം 3 സംഭവങ്ങൾ പറയുന്നുണ്ട്. അസത്യം സത്യമായി വാഴ്ത്തപ്പെട്ട അനുഭവമാണ്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹ മാധ്യമങ്ങളുടെ
അമിതമായ തേർഭാഷ നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. സത്യാനന്തര കാലത്തെ ഈ പൈശാചിക ദുഷ്ടതയെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ നമുക്കൊരു കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, ബാക്കി പറഞ്ഞാട്ട്, സത്യവും ജീവനുമാകുന്നു. അവൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ അടിസ്ഥാന സ്വഭാവമായിരിക്കണം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളത്. ഇവിടെ എനിക്ക് കർത്താവിൻ്റെ ഒരു വാക്യമാണ് പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു, സത്യത്താൽ അവരെ ബാക്കി വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഞാനത് രണ്ടും കൂടെ ചേർത്ത് വായിക്കട്ടെ. സത്യവചനത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. യോഹന്നാൻ ശ്ലീഹായുടെ 3-ാം ലേഖനം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അപ്പം നാം ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത്? ഒരുപക്ഷെ നഷ്ടമുണ്ടാകാം, വേദനയുണ്ടാകാം, പലതും സഹിക്കേണ്ടി വന്നേക്കാം. യേശു ക്രിസ്തുവിൻ്റെ പേരിൽ നാം അത് സഹിച്ചേ മതിയാകുകയുള്ളൂ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശ്യവാക്യത്തിൽ 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും വിവേകവും അങ്ങനെ തന്നെ എന്ന്. അതുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്, നാം നിരന്തരമായി ഉപയോഗിക്കുന്നത്, നാം പലർക്കും പകർന്നു കൊടുക്കുന്നത് എത്ര അപകടകരമാണ്, ക്രൈസ്തവ ധർമ്മത്തിന് എത്ര നിരക്കാത്തതാണെന്നുള്ളത് ശാന്തമായി ചിന്തിക്കണമേ എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും വികസനവും മൂലം, പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യയുടെ വ്യാപനം മൂലം, അതിൻ്റെ കുതിപ്പുകൾ സത്യത്തെ മനുഷ്യ ജീവിതത്തിൽ നിന്നും കൂടുതലായി നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെയും ആധുനികതയുടെയും കടന്നുവരവോടെ സത്യം മനുഷ്യ ജീവിതത്തിൽ നിന്ന് പടികടന്നു പോയി തുടങ്ങിയെങ്കിൽ, വിവര സാങ്കേതിക വിദ്യയുടെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, ഇൻ്റർനെറ്റ് പോലെയുള്ളതിൻ്റെ കടന്നുവരവോടെ ആ പോക്കിന് തീവ്രതയും ഗാഢവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. സത്യത്തിൻ്റെ സാർവത്രിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആധ്യാത്മികത നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത്, നമ്മെ ശക്തീകരിക്കേണ്ടത് ഈ തിന്മകളെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. സോഷ്യൽ മീഡിയ നമ്മൾ പലപ്പോഴും 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഒന്ന്, അവനവൻ്റെ പൊണ്ണത്തരങ്ങളും പോഴത്തരങ്ങളും കേമത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും പൊതുജനത്തെ അറിയിക്കുവാൻ. ഞാൻ പറയുന്നത് ആക്ഷരികമായി എടുക്കേണ്ട, അലങ്കാരികമായി എടുത്താൽ മതി. മുള്ളാൻ പോകുന്നതും മൊബൈലിൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലെങ്കിൽ മലയാളിക്ക് ഉറക്കം വരാത്ത കാലമായി. അതുകൊണ്ടാണ് സുഗതകുമാരി ടീച്ചർ പറഞ്ഞു, പെറ്റമ്മ ചാകാൻ കിടക്കുമ്പോഴും ചാകാൻ കിടക്കുന്ന പെറ്റമ്മയുടെ കൂടെ നിന്നൊരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടാൽ മലയാളിയുടെ കടമയും കടപ്പാടും പൂർത്തിയായി എന്ന് കരുതുന്ന കാലമായി എന്ന്. രണ്ടാമത്, മറ്റു വ്യക്തികളുടെ പരഹത്യ, മറ്റുള്ളവരെ അപമാനിക്കുവാൻ, അധിക്ഷേപിക്കുവാൻ വേണ്ടി നാം ഇത് ഉപയോഗിക്കുന്നു. ആൾക്കൂട്ട കൊലയാളികൾ പരസ്യമായി ചെയ്യുന്നത് സൈബർ അധിക്ഷേപക്കാർ കാണാമറയത്തിരുന്ന് ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നവർ സമൂഹത്തിലെ പുഴുക്കുത്തുകളാണ്. പുഴുക്കുത്തുകളായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ എണ്ണം, സഹോദരിമാരുടെയും എണ്ണം പെരുകുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടാകണം ചില തിരിച്ചറിവ്. ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തെ എപ്പിസ്കോപ്പൽ സഭകളുടെ സംയുക്ത സമിതി അവരൊരു തീരുമാനമെടുത്തു. ആ സമിതിയിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാ സഭകളെയും അവരറിയിച്ചു, മറ്റുള്ളവരെ അപമാനിക്കുന്ന അതും പരിഹസിക്കുന്നതുമായതൊന്നും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അരുത് എന്ന് അവർ സംയുക്തമായി തീരുമാനമെടുത്ത് അതിലെ അംഗങ്ങളായ സഭാ അംഗങ്ങളെ സഭകളിൽ കൂടി അവർ അറിയിച്ചു. ദൈവസന്നിധിയിൽ
അഹിതമായതും അവിഹിതമായതും നമുക്കൊന്ന് കുഴിച്ചു മൂടാൻ കഴിയുമോ? ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തിലും വികസനത്തിനും നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു ജാറോൺ ലെയ്നർ എന്ന് പറയുന്ന ഒരാൾ. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ട് മനം നൊന്ത് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിൻ്റെ പേര് 10 Arguments for Deleting Your Social Media Account Right Now. 10 അവകാശവാദങ്ങൾ നിങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുവാൻ 10 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഞാനതിനെ സംക്ഷിപ്തമായി ഒന്ന് പറഞ്ഞാൽ, ഇത് അനാവശ്യമാണ്, അപ്രസക്തമാണ്, അപകടകരമാണ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചവർ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിൻ്റെ വർഷത്തിൻ്റെ കെടുതികൾ കണ്ട് മനം നൊന്ന് നിലവിളിച്ചു എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇതേ അനുഭവം തന്നെയായിരുന്നു ജാറോൺ ലെയ്നർക്കും ഉണ്ടായത്. നമുക്ക് നമ്മുടെ മേലുള്ള നിയന്ത്രണം ഈ മാധ്യമവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്നു. നമ്മെ ഒരു ഉൽപ്പന്നമാക്കി അത് വിൽക്കപ്പെടുന്നു. സ്വഭാവത്തിലുണ്ടാകുന്ന ഒരുപാട് വ്യതിചലനം, ഒരുപാട് അബദ്ധസഞ്ചാരങ്ങൾക്ക് മുഖാന്തരമാകുന്നു. ഉദാഹരണങ്ങളൊക്കെ പറയാനുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകൻ, ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ. ആ ഒരു മകനെയും കൊണ്ട് മാതാവും പിതാവും ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. ഇവന് അപ്പൻ കൊണ്ടുകൊടുത്ത ഒരു നല്ല മൊബൈൽ, ലേറ്റസ്റ്റ്, എല്ലാ വിഷയത്തിനും ക്ലാസ്സിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന കുട്ടി ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു വിഷയത്തിനും ജയിച്ചില്ല എന്ന് മാത്രമല്ല, ഇതവൻ്റെ അടുത്ത് നിന്ന് അല്പം ഒന്നെടുത്ത് മാറ്റിവെച്ചാൽ മദ്യപിക്കുന്നവർക്ക് മദ്യം ചെന്നില്ലെങ്കിൽ കയ്യും കാലും വിറയ്ക്കുന്നത് പോലെ ഈ കുട്ടിയുടെ കയ്യും കാലും വിറയ്ക്കുക. അവൻ്റെ കയ്യെ പിടിച്ചപ്പോൾ എനിക്ക് ആ വിറയിൽ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിന് ചികിത്സ കൊടുത്തേ മതിയാകുകയുള്ളൂ എന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു, സൈബർ അഡിക്ഷൻ. ഇതുപോലുള്ളതിന് അടിമപ്പെട്ട് ചികിത്സ തേടി വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. താമസവിന നമ്മുടെ നാട്ടിലെ എല്ലാ പ്രധാന ആശുപത്രികളിലും ഇതിനുള്ള സാധ്യത ഏറി വരുന്നു. കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളെക്കാൾ കൂടുതൽ മുതിർന്നവർ വരെ ഇതിന് അടിമകളായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ പെരുകി വരുന്ന ഒളിച്ചോട്ടങ്ങൾ, കുടുംബ ശിഥിലീകരണങ്ങൾ, അവിശുദ്ധ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഫാൻസ് എന്ന് പറയുന്ന ഒരിടപാട്. പണ്ട് സിനിമാ നടന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് രാഷ്ട്രീയക്കാർക്കായി. ഞാൻ പറയുന്നത് തെറ്റെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആധ്യാത്മ രംഗത്തെ കളങ്കപ്പെടുത്തുന്ന ഫാൻസുകൾ. ഫേസ്ബുക്കിൻ്റെ സ്ഥിരമായ ഉപയോഗത്തിലിരിക്കുന്ന 2000 പേരെ തിരഞ്ഞെടുത്ത് കുറേ നാളുകളിലേക്ക് അതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി ഒരു പഠനം നടന്നു. മാനസിക സംഘർഷങ്ങൾ അവർക്കുണ്ടായില്ലെന്ന് മാത്രമല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ആന്തരികമായി സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്ന് ഒരു പഠന റിപ്പോർട്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ അരയോപ മധ്യേ നിന്നുകൊണ്ട് നടത്തുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അവനിലല്ലോ നാം ജീവിക്കുകയും ബാക്കി ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അവനെന്നുള്ളത് ഇൻവേർട്ടഡ് കോമാസ് ഇടണം. ആധുനിക സമൂഹ മാധ്യമങ്ങളിലെ ഇരിപ്പും കിടപ്പും നടപ്പും. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു അധ്യാപികയുണ്ട്, എന്നേക്കാൾ വളരെ പ്രായക്കുറവാണ്. ഞാൻ ആ കുഞ്ഞിനെ ഓൺലൈൻ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ഈ 24 മണിക്കൂറും ഇതിൻ്റെ അകത്താണ്. പിള്ളേരെ എന്തിനാ കുറ്റം പറയുന്നത്? അബദ്ധസഞ്ചാരത്തിന് മുഖാന്തരമാകുന്ന
ആത്മീയത കെടുത്തുന്ന, സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതാക്കി തീർക്കുന്ന, എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അപകടകരമായ പലതും സൃഷ്ടിക്കുവാൻ മുഖാന്തരമാകുന്ന ഈ തിന്മയെ തിരിച്ചറിയുവാനും അതിനെതിരായി പ്രതികരിക്കുവാനും ദൈവാത്മാവ് ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.